ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് യൂറോപ്പിൽ വന്ന് സെറ്റിൽ ചെയ്യണോ? അതിന് ഏറ്റവും അനുയോജ്യമായ രാജ്യമാണ് നെതർലൻഡ്. ധാരാളം മലയാളികളുടെ ഇഷ്ടകേന്ദ്രമായി ഇപ്പോൾ ഹോളണ്ട് മാറുകയാണ്. പ്രത്യേകിച്ചും ഹോളണ്ടിലെ ഏറ്റവും പ്രധാന നഗരമായ ആംസ്റ്റർഡാം. ഹോളണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണക്കാർക്കും ഒട്ടേറെ മേഖലകളിൽ ജോലി ലഭിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് യൂറോപ്യൻ യൂണിയന് പുറമെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ജോലിക്കാരെയാണ് ഇപ്പോൾ ഹോളണ്ട് നിയമിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെയിൽസ്, എഡ്യൂക്കേഷൻ, ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ്, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ സർവീസ്, ബിസിനസ്, റിസർച്ച് അനലിസ്റ്റ്, ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച്, അതുകൂടാതെ ഒട്ടേറെ സാധാരണ ജോലികൾക്കും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും വരാനാകും. പല യൂറോപ്യൻ രാജ്യങ്ങളിലും അൺസ്കിൽഡ് ജോലികൾക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായ കാര്യമാണ്. എന്നാൽ ഹോളണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ധാരാളം തൊഴിൽ മേഖലകളിൽ ഇപ്പോൾ അൺസ്കിൽഡ് ജോലികൾക്കും വരാനാകും. പ്രത്യേകിച്ചും സപ്പോർട്ട് വർക്കർ ജോലികളിൽ ഒട്ടേറെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സാധാരണക്കാർക്ക് വേഗത്തിൽ ജോലി ലഭിക്കുന്ന മറ്റൊരു സുപ്രധാന മേഖലയാണ് ഡ്രൈവിംഗ്. പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലും കമ്പനികളുടെ വാഹനങ്ങൾ ഓടിക്കുന്നതിനും അതുകൂടാതെ സൂപ്പർ മാർക്കറ്റുകളിലും ഗുഡ്സ് മൂവ്മെന്റിനുമെല്ലാം ഡ്രൈവർമാരുടെ സാധ്യതകൾ വളരെയധികമാണ് ഹോളണ്ടിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഹോളണ്ടിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടല്ല. ഈ ജോലികൾക്കൊക്കെ എങ്ങനെയാണ് അപേക്ഷിക്കുക, എവിടെയാണ് അപേക്ഷിക്കുക, ഇക്കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായി ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരിട്ട് അപേക്ഷിക്കാം. യാതൊരു ഏജൻസികളുടെയും സഹായം ആവശ്യമില്ല. ആർക്കും ലക്ഷക്കണക്കിന് രൂപ നൽകേണ്ടതുമില്ല. ഇത്തരം ജോലികൾ ലഭിക്കുന്നതിന് ഫ്രീ ആയി തന്നെ ഹോളണ്ടിൽ വന്ന് ജോലി ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ ജോലി ലഭിക്കുന്ന പ്രധാന ഏരിയയാണ് കൺസ്ട്രക്ഷൻ. ഹോളണ്ടിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലെ ഒട്ടനവധി വേക്കൻസികളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജോലികൾക്കും ഹോളണ്ടിൽ എത്താൻ കഴിയുന്ന സാധ്യതകളാണ് കൺസ്ട്രക്ഷൻ മേഖല നൽകുക. കെയർ അസിസ്റ്റന്റുമാരുടെ ഒഴിവുകൾ, അതുകൂടാതെ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി നാനി എന്ന പോസ്റ്റും ഹോളണ്ടിൽ ധാരാളമായുണ്ട്. അതുകൂടാതെ ഗാർഡനേഴ്സ്, ഫാർമേഴ്സ്, ടൂറിസം മേഖലയിലും ഒട്ടേറെ ഒഴിവുകൾ. അതിലേറ്റവും പ്രധാനമായുള്ളത് വെയിറ്റേഴ്സിന്റെ ഒഴിവുകളാണ്. അതുകൂടാതെ ഹോട്ടൽ മേഖലയിലുള്ള സാധാരണ ജോലികൾക്കെല്ലാം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ജോലിക്കാരെ നിയമിക്കാനും ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പൊതുവായി നേരിടുന്ന ഒരു പ്രശ്നമാണ് ആവശ്യത്തിന് ജോലിക്കാരില്ല എന്നുള്ളത്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിസ നിയമങ്ങൾ കർശനമാക്കിയപ്പോൾ സാധാരണക്കാർക്കും യൂറോപ്പിൽ എത്താൻ കഴിയുന്ന മാർഗമാണ് ഇപ്പോൾ ഹോളണ്ട് ഒരുക്കിയിരിക്കുന്നത്. നെതർലൻഡ് അഥവാ ഹോളണ്ടിൽ ഇപ്പോൾ ഗവൺമെന്റ് വിസ നിയമങ്ങൾ എളുപ്പമാക്കിയത് ഒട്ടേറെ പേർക്കാണ് പ്രയോജനം ലഭിച്ചിരിക്കുന്നത്. സാധാരണ ഒരു ഡിഗ്രിയും എക്സ്പീരിയൻസും ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന സാലറിയോട് കൂടി തന്നെ ജോലി ലഭിക്കും. പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂറോപ്പിലെ ഏത് രാജ്യത്താണ് ജോലിക്ക് വരുന്നതെങ്കിലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് പ്രധാനമായും അൺസ്കിൽഡ് ജോലികളൊക്കെ ലഭിക്കുക. അതുകൊണ്ട് സാധാരണ ജോലികളൊക്കെ ചെയ്യുന്നവർ അവിടുത്തെ ലോക്കൽ ജനങ്ങളുമായി പലപ്പോഴും ഡീൽ ചെയ്യേണ്ടി വരും, കസ്റ്റമേഴ്സുമായി ഡീൽ ചെയ്യേണ്ടി വരും. ഈ സാഹചര്യങ്ങളിലൊക്കെ ലോക്കൽ ഭാഷ അറിഞ്ഞിരിക്കണം. നെതർലൻഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഡച്ചാണ് അവിടുത്തെ സംസാര ഭാഷ. അതുകൊണ്ട് തന്നെ ഡച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്റർവ്യൂവിൽ പാസ്സാകുന്നതിനും ജോലി ലഭിക്കുന്നതിനും ഡച്ച് ഭാഷ അറിയുകയും നിങ്ങളുടെ ജോലിയിൽ കുറച്ചു കാലത്തെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഇത്തരം ജോലികൾക്ക് അപേക്ഷിക്കാം. 2 ഭാഷ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഡച്ച് കൂടാതെ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് സംസാരിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും അവർ നോക്കുക. ബാക്കി എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ ജോലി ലഭിക്കുന്നതിന് കാര്യമായ തടസ്സങ്ങളൊന്നുമില്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ ഒരു പൊതുവായ നിയമമാണ്, ഏതെങ്കിലും ഒരു ജോലിക്ക് വിദേശ ജോലിക്കാരെ നിയമിക്കണമെങ്കിൽ ആ രാജ്യത്ത് ജോലിക്കാരില്ല എന്ന് തെളിയിക്കേണ്ടി വരും. ആ സാഹചര്യങ്ങളിൽ ആദ്യം അവർ അവിടെ അഡ്വർടൈസ് ചെയ്യുകയും അവിടെ നിന്നുള്ള അപേക്ഷകൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജോലിക്കാരെ നിയമിക്കാൻ കമ്പനികൾക്കാവുക. ഇത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പൊതുവായ നിയമമാണ്. എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ധാരാളം വേക്കൻസികളുടെ അടിസ്ഥാനത്തിൽ ലോക്കൽ അഡ്വർടൈസ്മെന്റുകളിൽ ആവശ്യത്തിന് ജോലിക്കാരെ കിട്ടാത്ത സാഹചര്യത്തിലാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും സാധാരണ ജോലികൾക്കൊക്കെ നിയമനം നൽകാനായി കമ്പനികൾക്ക് സാധിക്കുക. ഒട്ടേറെ ഒഴിവുകൾ നിലനിൽക്കുന്ന അഗ്രികൾച്ചർ മേഖല, അതായത് സാധാരണ കൃഷിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലിക്കാരെ നിയമിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ നെതർലൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മാതൃകയിൽ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നെതർലൻഡിൽ വരാം. അവിടുത്തെ പ്രധാന കമ്പനികളൊക്കെ, കാർഷിക മേഖലയിലെ കമ്പനികളൊക്കെ ഇത്തരം ജോലിക്കാരെ നിയമിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡച്ച് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, കാർഷിക മേഖലയിൽ പരിചയമുണ്ടെങ്കിൽ ഈ ജോലികൾക്ക് അപേക്ഷിക്കാനുമാകും. സ്ഥിരമായി നെതർലൻഡിൽ നിൽക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക ജോലികളും നെതർലൻഡിൽ ധാരാളമുണ്ട്. അത്തരം ജോലികൾക്ക് ടെമ്പററി വർക്ക് വിസയിൽ വരാം. 1-2 വർഷക്കാലം ജോലി ചെയ്ത് തിരികെ നാട്ടിലോട്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഇത്തരം ഷോർട്ട് ടൈം വിസകളും ധാരാളമായി ലഭിക്കും. ഏറ്റവും എളുപ്പത്തിൽ വിദേശ ജോലിക്കാർക്ക് വരാനാവുക 3 ടൈപ്പ് ഓഫ് വിസകളിലാണ്. അതിൽ ഏറ്റവും പ്രധാനമായ
പ്രധാനമായുള്ളത് ഹൈസ്കിൽഡ് വിസകൾ തന്നെ. രണ്ടാമത് ഇന്ത്യയിലും നെതർലൻഡിലുമുള്ള കമ്പനികളാണെങ്കിൽ അവർക്ക് ജോലിക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ. അതുകൂടാതെ മൂന്നാമത്തെ കാറ്റഗറിയാണ് സാധാരണക്കാർക്കെല്ലാം എത്താൻ കഴിയുന്ന ടെമ്പററി അൺസ്കിൽഡ് വിസ. പലരും കരുതിയിരിക്കുന്നത് പോലെ ഡയറക്റ്റ് ആയിട്ടൊരു വിസ ലഭിച്ച് നെതർലൻഡിലോട്ട് പോവുകയല്ല ചെയ്യുക. അതിനായുള്ള പ്രോസസ്സുകളുണ്ട്. ആദ്യം ജോബ് സെർച്ച് ചെയ്യണം. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിനുശേഷം നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻ നൽകി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പിന്നീട് ജോബ് ഓഫർ ലഭിച്ച് പിന്നീടാണ് നിങ്ങൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള ലെറ്റർ അവർ നൽകുക. അതനുസരിച്ച് നെതർലൻഡിലോട്ട് എത്താനാകും. ചില ഏജൻസികൾ നെതർലൻഡിലോട്ടുള്ള ഓപ്പൺ വിസ, അതായത് ജോലി ലഭിക്കാതെ വെറുതെ വിസ നൽകി നെതർലൻഡിൽ പോയി ജോലി കണ്ടുപിടിച്ചുകൊള്ളൂ എന്ന രീതിയിൽ ക്യാഷ് വാങ്ങി വിസ സംഘടിപ്പിച്ച് നൽകാറുണ്ട്. അത്തരം ഓഫറുകളൊന്നും സ്വീകരിക്കാതിരിക്കുക. വളരെ ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു സാഹചര്യത്തിൽ നെതർലൻഡിൽ എത്തുക എന്നുള്ളത്. എത്തിക്കഴിഞ്ഞതിന് ശേഷം ജോലി ലഭിക്കാതെ നെതർലൻഡിൽ എത്തിയാൽ പിന്നീട് ജോലി കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ജോബ് ഓഫർ ലഭിച്ച് ആ കമ്പനിയുടെ വിസയിൽ മാത്രമാണ് നെതർലൻഡിലോട്ട് വരാവൂ. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഹെൽത്ത് കെയർ ജോലിക്കാരുടെ വിസ നിയമങ്ങൾ കർശനമാക്കുമ്പോൾ നെതർലൻഡ് നേരെ വിപരീതമാണ്. അവിടെ ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായ സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും നഴ്സുമാരുടെ കാര്യത്തിലും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ കാര്യത്തിലും ഡോക്ടേഴ്സിനും ഫിസിയോതെറാപ്പിസ്റ്റിനും ഫാർമസിസ്റ്റിനും എല്ലാം ധാരാളം ഒഴിവുകൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് സ്കിൽഡ് കാറ്റഗറിയിൽ വേഗത്തിൽ തന്നെ എത്താൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. ടീച്ചേഴ്സിന് വലിയ സാധ്യതകളാണ് ഇപ്പോൾ നെതർലൻഡ് നൽകുന്നത്. പ്രത്യേകിച്ചും മാത്സ്, സയൻസ്, ടെക്നോളജി ടീച്ചേഴ്സിന് ധാരാളം ഒഴിവുകൾ പല മേഖലകളിലായി നിലനിൽക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് ട്രെയിനിങ് സെൻ്ററുകളിലുമെല്ലാം. ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ സ്കൂളുകളും കോളേജുകളുമെല്ലാം ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉള്ളവർക്ക് ടീച്ചേഴ്സ് ജോലികൾക്ക് അപേക്ഷിക്കാം. എന്നാൽ ഡച്ച് ബേസിക് ഭാഷയായി അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുറവ് സാലറി ഒന്നുമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുക. ഇന്ത്യൻ രൂപയിലാണെങ്കിൽ സാധാരണ ജോലികൾക്ക് പോലും ഏകദേശം 1.25 ലക്ഷത്തോളം രൂപ ഒരു മാസം ഏൺ ചെയ്യാനാകും. ചിലവുകളെല്ലാം കഴിഞ്ഞ് ഏകദേശം 60,000-ഓ 70,000-ഓ രൂപ സേവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യവും നെതർലൻഡിലുണ്ട്. ജീവിത ചെലവുകൾ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവുമാണ്. അൺസ്കിൽഡ് ജോലികളുടെ കാര്യത്തിൽ 1.25 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെ ഒരു മാസം ഏൺ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇന്ത്യൻ രൂപയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ. എന്നാൽ ഹൈസ്കിൽഡ് ജോലികൾക്കാണെങ്കിൽ വളരെ ഉയർന്ന സാലറി നൽകുന്ന ഒട്ടേറെ കമ്പനികളും നെതർലൻഡിലുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഏജൻസികളെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപേക്ഷിച്ചുകൊണ്ട് വിസ ലഭിച്ച് ഈ രാജ്യങ്ങളിലൊക്കെ എത്താൻ കഴിയുന്ന സാഹചര്യമാണ്. നെതർലൻഡിന്റെ കാര്യത്തിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വിസ സിസ്റ്റമാണ് നിലനിൽക്കുന്നത്. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നേരിട്ട് അപേക്ഷിച്ച് എത്താൻ കഴിയുന്ന സാഹചര്യം. കമ്പനികളുടെ കാര്യത്തിലാണെങ്കിൽ, സ്കിൽഡ് ജോലികളുടെ കാര്യത്തിലാണെങ്കിൽ കമ്പനികൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഏജൻസികൾക്ക് ക്യാഷ് കൊടുത്ത് ജോലി നേടേണ്ട യാതൊരു കാര്യവുമില്ല. പലരും പല വാഗ്ദാനങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ വന്നേക്കാം. നിരവധി വ്യാജ ഏജൻസികൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഫ്രീ ആയി ലഭിക്കുന്ന ജോലി മാത്രമേ അക്സെപ്റ്റ് ചെയ്യാവൂ. സാധാരണ ഒരു ജോബ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 3 മാസം വരെ എടുത്തേക്കാം. എന്നാൽ ഫ്രീ ആയി തന്നെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ 2-3 മാസത്തിനുള്ളിൽ തന്നെ വിസ ലഭിച്ച് നെതർലൻഡിൽ വന്ന് ജോലി ആരംഭിക്കാനുമാകും. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഈ ജോബ് സൈറ്റുകൾ വഴി നിങ്ങൾക്ക് ഡയറക്റ്റായി അപേക്ഷിക്കുക. 1-2 ജോബ് ആപ്ലിക്കേഷൻ നൽകി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ തുടർച്ചയായി കണ്ടിന്യൂസ് ആയി നിങ്ങൾക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണ ജോലികൾ ധാരാളമായി അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്രധാന മേഖലയാണ് വെയർഹൗസ്. നെതർലൻഡിലെ പ്രധാന സിറ്റികളിലെല്ലാം ധാരാളം വെയർഹൗസുകളുണ്ട്. ഇവിടെയൊക്കെ ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അൺസ്കിൽഡ് ജോലികൾക്കായി ഇത്തരം കമ്പനികളിലോട്ട് വരാനുമാകും. അതുകൂടാതെ സെക്യൂരിറ്റി മേഖലകളിലും ധാരാളം അവസരങ്ങൾ ഇപ്പോൾ നെതർലൻഡ് നൽകുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലെ കൂടുതൽ ജോലി സാധ്യതകൾ ഉൾപ്പെടുത്തിയ മറ്റൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.